ഹായ് മക്കളെ, എല്ലാവർക്കും സുഖാണോ? ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ എല്ലാവരും? അതേപോലെ ഓണത്തിന്റെ എക്സാമും സൂപ്പർ ആയിരുന്നില്ലേ? നമ്മൾ ഓണത്തിന്റെ എക്സാമിന്റെ തലേ ദിവസങ്ങളിൽ യൂട്യൂബ് ലൈവ് നടത്തിയിരുന്നു അല്ലെ? എല്ലാ കുഞ്ഞുമക്കളും കണ്ടുണ്ടാവും ഇല്ലേ? കണ്ടവർക്ക് അറിയാം അതിന്റെ പ്രത്യേകത എന്തായിരുന്നു. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളിൽ ഏകദേശം ഒരു 90% ക്വസ്റ്റ്യൻസ്, 90 അല്ല അതിന് മേലെ ചോദ്യങ്ങൾ വന്നിരുന്നു. അതേപോലെ തന്നെ സെയിം പാറ്റേൺ ചോദ്യങ്ങൾ വന്നിരുന്നു അല്ലെ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ ഈ കഴിഞ്ഞ ഓണം എക്സാമിന്റെ കെമിസ്ട്രി പേപ്പറിന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കാം അല്ലെ? ടെൻഷൻ അടിക്കണ്ട കേട്ടോ, എല്ലാവർക്കും മാർക്ക് ഉണ്ടായിരിക്കും. ഇതാ വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എന്താണ്? വിച്ച് ഐസോടോപ്പ് ഓഫ് കാർബൺ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ ഏജ് ഓഫ് ഫോസിൽസ്? അതായത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? ഏതാണ് എല്ലാവർക്കും അറിയാലോ? ഏതാ? കാർബൺ 14. ഇതാ വരുന്ന ആൻസർ കാർബൺ 14 ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇത് എഴുതിയിട്ടുണ്ടാവില്ലല്ലോ, എഴുതിയില്ലല്ലേ? ഉറപ്പല്ലേ? ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. എന്താണെന്ന് നോക്കിയാൽ ദ സയന്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ന്യൂട്രോൺ. ഇത് നമ്മൾ ലൈവിൽ ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു കോഡ് PEN പെൻ, അടിയിൽ RTC, ഓർമ്മയുണ്ടോ? അപ്പൊ അത് പ്രകാരം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും ഉത്തരം. എന്താണ് ഉത്തരം? വന്നോട്ടെ, ഇതാ വരുന്നു. ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? എഴുതിയിരുന്നില്ല എല്ലാവരും? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. ഇതാ വരുന്നു മൂന്നാമത്തെ ചോദ്യം. ഇതായിരുന്നു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഷെയർഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. അതായത് ഓക്സിജൻ തന്മാത്രയുടെ രൂപീകരണ വേളയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ഇലക്ട്രോൺ ജോഡികളുടെ എണ്ണം. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഓക്സിജന്റെ ആറ്റം നമ്പർ എത്രയാണ്? ആറ്റം നമ്പർ 8 ആണ് അല്ലെ? അപ്പോൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2,6 എന്ന് വരും. അതിനർത്ഥം 2 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ഒക്ടേറ്റോ അല്ലെ? അപ്പോൾ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 ജോഡി ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻസർ ഇതാ വരുന്നു. എന്താണ്? 2 പെയർസ്. എല്ലാവരും എഴുതിയിരുന്നില്ല ആൻസർ? ഇത് നമ്മൾ ലൈവിൽ പറഞ്ഞിരുന്ന ചോദ്യമായിരുന്നു കേട്ടോ. സെയിം ക്വസ്റ്റൻ വന്നിരിക്കുന്നു. ഓക്കെ, 2 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവച്ചിരുന്നു. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. ദാ വിച്ച് ഗ്യാസ് ഗീവ്സ് പ്രോട്ടോൺ ഡ്യൂറിംഗ് ഡിസ്ചാർജ് ഗ്രൂപ്പ് എക്സ്പെരിമെന്റ്സ് യൂസിംഗ് പെർഫോറേറ്റഡ് കാഥോഡ്? അതായത് സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് നടത്തുന്ന ഡിസ്ചാർജ് പരീക്ഷണത്തിൽ ഏത് വാതകം ഉപയോഗിക്കുമ്പോഴാണ് പ്രോട്ടോൺ ലഭിക്കുന്നത്? ഓർമ്മയുണ്ടോ എക്സ്പെരിമെന്റ് എന്താണെന്നുള്ളത്? ഇല്ലേ? പല ഗ്യാസുകൾ നിറച്ച് എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു അല്ലെ? ഏതാണ് ആൻസർ? എല്ലാവർക്കും അറിയാലോ? വന്നോട്ടെ, ഏതാണ് ആൻസർ? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് ആയിരുന്നു കേട്ടോ ഉത്തരം. ഓക്കെ, എഴുതിയിരുന്നില്ല എല്ലാവരും? എഴുതിയിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് പോയാലോ? എന്താ പറയുന്നത്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫിൽ അപ്പ് സ്യൂട്ടബിളി. നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഫിൽ ചെയ്യാനായിട്ട്. ഫസ്റ്റ് അത് നോക്കിയാൽ മെൻഡലിയേവ്സ് പീരിയോഡിക് ടേബിൾ, അത് ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് എന്തായിരിക്കാം? എന്താണ് ആറ്റോമിക് നമ്പർ ആണ് കേട്ടോ. അതാ വരുന്നു ആറ്റോമിക സംഖ്യ. ഉത്തരം ശരിയാണല്ലോ അല്ലെ? ശരിയല്ലേ? ഓക്കെ സാർ, അങ്ങനെയാണ് നമുക്ക് സിക്സ്ത് ക്വസ്റ്റിനിലേക്ക് പോകാം അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു മെറ്റലോയിഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. അതായത് ഉപലോഹങ്ങൾ പ്രധാന ഗ്രൂപ്പ് മൂലങ്ങൾ ഉൾപ്പെടുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താ വന്നിരുന്നേ? വാട്ട് ആർ മെറ്റലോയിഡ്സ്? ഉപലോഹങ്ങൾ എന്നാൽ എന്ത്? അതേപോലെ അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു? റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ മെറ്റലോയിഡ്സ്. ഉപലോഹങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. എഴുതിയിട്ടുണ്ടാവും ആൻസർ? എല്ലാവർക്കും അറിയാലോ ആൻസർ? നമുക്ക് ആൻസർ വരാം. ഇതാ വരുന്ന ആൻസർ. എന്താ പ്രോപ്പർട്ടി? ഫസ്റ്റ് ആൻസർ എന്താണ് മെറ്റലോയിഡ് എന്ന് പറഞ്ഞാൽ ദേ ഷോ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നവയാണ് എന്ത്? ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡ്സ്. എക്സാമ്പിൾസ് 2 ഉണ്ട്, സിലിക്കോൺ ആൻഡ് ജെർമേനിയം. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആൻ ആറ്റം ഓഫ് എലമെന്റ് X has 16 electrons. Symbol is not real. അതായത് നമുക്ക് X എന്ന് പറയുന്ന ഒരു എലമെന്റ് തന്നിട്ടുണ്ട്. X എന്താണെങ്കിൽ ആയിക്കോട്ടെ. എന്ത് തന്നിരിക്കുന്ന കണ്ടീഷൻ? Xൽ 16 ഇലക്ട്രോണുകൾ ഉണ്ട്, 16 എണ്ണം. ഓക്കെ, ദെൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. എല്ലാവർക്കും അറിയാലോ അല്ലെ? എങ്ങനെയാണ്? ഇലക്ട്രോണിന്റെ എണ്ണം തന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാം. എങ്ങനെയാണ്? KLMN. ഓരോ ഷെല്ലുകളിലും എത്ര ഇലക്ട്രോൺ അറിയുന്നുണ്ടെന്ന് നോക്കിയിട്ട് അല്ലേ? K ക്യാൻ കണ്ടെയ്ൻ എത്രയാ? 2 ഇലക്ട്രോൺസ്. Lൽ എത്ര വരും? 8. Mൽ എത്ര വരും അറിയാലോ? ആ രീതിയിൽ എഴുതാണ്. എങ്ങനെ വരും ആൻസർ? നമ്മുടെ ഇതാ വരുന്നു 2, 8, 6. ഇതാണ് എന്ത്? ഫസ്റ്റ് തന്നെ ആൻസർ. ശരിയാക്കിയല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ അതിന്റെ സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ദ എലമെന്റ്. ഈ മൂലകത്തിന്റെ ഗ്രൂപ്പ്, പീരീഡ് എന്നിവ കാണുക. നമുക്കറിയാം എങ്ങനെയാണ് പീരീഡ് കണ്ടുപിടിക്കുക? എത്ര ഷെല്ലുകളുണ്ട് അതാണ് പീരീഡ് നമ്പർ അല്ലെ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2, 8, 6 അല്ലായിരുന്നു മക്കളെ?
അങ്ങനെയാണെങ്കിൽ പീരീഡ് എന്താ വരാ 2, 8, 6 3 ഷെല്ലില്ലേ. സോ പീരീഡ് എത്രയാണ് വരുന്നത്? 3 ആയിരിക്കും. പിന്നെ ഗ്രൂപ്പ് നമ്പർ കാണാനായിട്ട് ഇപ്പൊ ആദ്യത്തെ 2 ഗ്രൂപ്പാണെങ്കിൽ നമുക്കറിയാം, അറിയാലോ. ഇവിടെ നോക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കാണുന്നത് എങ്ങനെയാണ്? ആ 6ന്റെ കൂടെ 10 കൂട്ടാം. 10 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. 16 ആണ് എന്ത് ഗ്രൂപ്പ് നമ്പർ വരുന്നത്. ഇതിന് പകരം ഇപ്പൊ 2, 8, 1 ആണെങ്കിൽ എന്ത് വരും? 1ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ. 2, 8, 2 ആണെങ്കിലോ 2ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും. അത് കഴിഞ്ഞ് 3, 4, 5, 6 ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 കൂട്ടണം എന്നുള്ള കാര്യം പഠിച്ചിട്ടുള്ളൂ അല്ലെ. അപ്പോൾ ഇതാണ് എന്ത് ആൻസർ വരുന്നത് കേട്ടോ. പീരീഡ് 3ഉം ഗ്രൂപ്പ് 16. ഉത്തരം ശരിയാക്കിയല്ലോ അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് ഇൻ പീരീഡ്സ്. എക്സ്പ്ലെയിൻ ദ റീസൺ. എന്തായിരിക്കും കാരണം? ഒന്നുമില്ല, അവയുടെ ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോണുകളുടെ കോൺഫിഗറേഷൻ ഒരേപോലെ ആയിരിക്കും. നോക്കിയാൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് അലോങ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ആർ സെയിം. സംക്രമണ മൂലങ്ങളുടെ ഗ്രൂപ്പിലും പീരീഡിലും ബാഹിതമശയിലെ ഇലക്ട്രോൺ വിന്യാസം ഒരുപോലെയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവയുടെ പ്രോപ്പർട്ടിയും സിമിലർ ആയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചത് നോക്കിയാൽ. ഇത് നമ്മൾ ഇതേപോലൊരു ചോദ്യം നമ്മൾ പറഞ്ഞു ലൈവിൽ, എന്താണ് ഐസോടോപ്പിനെ കുറിച്ച് അല്ലെ. ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും ഇങ്ങനത്തെ ഒരു ചോദ്യം വരുന്നുള്ള കാര്യം വന്നിട്ടുണ്ടല്ലോ. ദ സിംബൽസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ തന്നിരിക്കുന്നു. ഏതൊക്കെയാണ്? Ca ഉണ്ട് അല്ലെ, കാൽസ്യം, ഫോസ്ഫറസ്, ആർഗൺ ഒക്കെ ഉണ്ട്. എന്താണ് ചോദ്യം നോക്കിയാൽ? സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദിസ് ഗ്രൂപ്പ്. അപ്പോൾ ഐസോബാറുകളെ തിരഞ്ഞെടുക്കുക. എന്താണ് ഐസോബാർ എന്ന് പറഞ്ഞാൽ? ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ടോപ്പിൽ, അതായത് മാസ് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് ആറ്റോമിക് നമ്പർ ആയിരിക്കും. അപ്പൊ ഇതിൽ നോക്കിയാൽ ആരൊക്കെയാണ് മാസ് നമ്പർ സെയിം വരുന്നത്? ആൻസർ വന്നു Ca അല്ലെ. കാൽസ്യത്തിന്റെ മാസ് നമ്പർ എത്രയാണ്? 40 വരുന്നത് അല്ലെ. അടുത്തത് രണ്ടാമത്തെ ആരായിരിക്കാം? ആർഗൺ. മാസ് നമ്പർ 40 ആണ്. അപ്പൊ മാസ് നമ്പർ സെയിം ആണ്, പക്ഷേ ഡിഫറൻറ്റ് ആറ്റോമിക് നമ്പർ, അടിയിൽ ഡിഫറൻറ്റ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് ഐസോബാർ ആണ്. ആൻസർ കിട്ടിയല്ലോ അല്ലെ. ദെൻ റൈറ്റ് ദ റീസൺ ഫോർ സെലക്ടിങ് ദിസ് പെയർ. എന്തുകൊണ്ടായിരിക്കാം? അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാസ് നമ്പർ സെയിമും ഡിഫറൻറ്റ് ആറ്റോമിക് നമ്പർ ആയിരിക്കും. ദേ ഹാവ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറൻറ്റ് ആറ്റോമിക് നമ്പർ. ഓക്കെയാണ് പറഞ്ഞ കാര്യം. ഇതേ രീതിയിലുള്ള ചോദ്യം എന്തായാലും ഞാൻ പറഞ്ഞിരുന്നു വരും എന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. സെറ്റ് ആണല്ലോ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ അയോണിക് കോമ്പൗണ്ടുകളുടെ ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. സെലക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നു. എന്താണ് അയോണിക് കോമ്പൗണ്ടിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? NaCl. അപ്പൊ NaClന്റെ സ്വഭാവം വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടുന്നതാണ്. നോക്കിയാൽ ദേ എക്സിസ്റ്റ് ആസ് ക്രിസ്റ്റൽസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഖരാവസ്ഥയിൽ ക്രിസ്റ്റലുകളായി കാണപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ബി, they usually have low melting point and boiling point. അവ പെട്ടെന്ന് ഉരുകുന്നുണ്ടോ? ആലോചിച്ച് നോക്കിയാൽ. ദെൻ സി, അടുത്ത ഓപ്ഷൻ എന്താ വരുന്നത് നോക്കട്ടെ. they usually have high melting point and high boiling point. തിളനിലയും അതുപോലെ തന്നെ ദ്രാവണാങ്കം എന്താണ്? കൂടുതലാണെന്ന് അർത്ഥം. ശരിയാണോ? they conduct electricity in solid state. ഈ 4 ഓപ്ഷനിൽ ഏതാണ് വരുന്നത് മക്കളെ? ഏതാ എഴുതി നിങ്ങൾക്ക് അറിയാലോ. ആൻസർ ഇതാ വരുന്നു. ഏതൊക്കെയാണ്? എയും സിയുമാണ്. ഓക്കെ, ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ ബോയിലിംഗ് പോയിന്റും. പിന്നെ എന്തായിരുന്നു ഓർമ്മയുണ്ടല്ലോ? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും അല്ലെ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ആൻസേഴ്സ് തെറ്റിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും ഉത്തരം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതാ വരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ബേസിലായിരുന്നു ചോദ്യം. ഏതാണ് നോക്കിയാൽ. സം ഓഫ് ദ ഒബ്സർവേഷൻസ് ഓഫ് റൂദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആർ ഗിവൻ. റൈറ്റ് ദ അസംപ്ഷൻസ് അറൈവ്ഡ് ഫ്രം. അതായത് കുറച്ച് ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ബേസിലുള്ള കാര്യങ്ങൾ എഴുതണം. നോക്കി ഫസ്റ്റ് നോക്കിയാൽ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. അതായത് ആ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനമില്ലാതെ കടന്നുപോയി. അത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. എന്തുകൊണ്ടായിരിക്കാം? കാരണത്തിലേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫ്രീ സ്പേസ് ഉള്ളത് കൊണ്ട്. നോക്കിയാൽ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. എഴുതിയില്ലല്ലേ? എഴുതിയില്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ 2-3 ഉണ്ട്. സെക്കൻഡ് വരും നോക്കിയാൽ. സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വേർ ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ. അതായത് നമ്മുടെ ഈ ആൽഫറെ കടന്നുപോയ സമയത്ത് ചെറിയ ഡീവിയേഷൻ വന്നു. എന്തുകൊണ്ടായിരിക്കുകയാണെന്ന് അറിയോ? ആ ആൽഫ പാർട്ടിക്കിൾസ് അതിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജിന്റെ അടുത്ത് കൂടെ പോയ സമയത്താണ് ചെറിയ ഡീവിയേഷൻ വന്നത്.
അതായത് നമ്മുടെ ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു പോസിറ്റീവ് ചാർജുള്ള ഭാഗം ഉണ്ടെന്ന് പറയുന്നത്. ഇത് നോക്കിയാൽ ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് നിയർ ടു ദ പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിന്റെ അടുത്ത് കൂടെ പോയ ആൽഫ കണങ്ങളാണെന്ന് സംഭവിച്ചത്, ചെറുതായിട്ട് ഡീഗ്രേഡ് ചെയ്ത് പോയത്. കാരണം ആൽഫ പോസിറ്റീവ് ആണ്, ഇവിടേക്കുന്ന ആളും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് വരുമ്പോൾ റിപ്പൽഷൻ വരും, വികർഷണം വരും. അതുകൊണ്ട് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് പോയി. ഓക്കെ, ദെൻ തേർഡ്, എ വെരി ഫ്യൂ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്. കുറച്ച് ആൽഫ കണങ്ങൾ എന്ത് ചെയ്തു, തിരിച്ചു വന്നു. എന്തുകൊണ്ടായിരിക്കും അറിയോ, ആ വരുന്ന ആൽഫ കണങ്ങൾ ഡയറക്ട്ലി ഹിറ്റ് ചെയ്തു. അതായത് ഈ വരുന്ന ആൽഫ, ആ പോസിറ്റീവ് ആൾ എന്ത് ചെയ്തു, നമ്മുടെ ആ പോസിറ്റീവ് ചാർജുള്ള ആളുടെ മേൽ വന്ന് ഇടിച്ചു. ആ ഇടിക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്തത്, ബൗൺസ് ചെയ്തത്. ഓക്കെ, ദ ആൻസർ ഒന്നുമല്ലോ, ദ ഡയറക്ട്ലി ഹിറ്റ് ഓൺ ദ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ. അതായത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗമാണ് പോസിറ്റീവ് ചാർജ്. അതിൽ വന്ന് ഇടിച്ച ആൾക്കാരാണ് എന്ത് ചെയ്തത്, റീട്രേസ് ചെയ്തത് കേട്ടോ. ഓക്കെ, ആൻസർ തെറ്റിച്ചില്ലല്ലോ അല്ലേ, ഉറപ്പല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തിലേക്ക് പോകാം നമുക്ക് അല്ലേ. ഇതായത് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കിയാൽ, കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് ദ കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ്. ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ആറ്റം ഡൊണേറ്റ്സ് ഇലക്ട്രോൺ ഇൻ ദിസ് റിയാക്ഷൻ. ഈ പ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആറ്റം ഏതാണ്? എണ്ണയുടെ 11, ക്ലോറിന്റെ 17. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വരും, 2, 8, 1 എന്ന് വരും. ആരുടെ? സോഡിയത്തിന്റെ. ക്ലോറിനാണെങ്കിലോ 2, 8, 7. അപ്പൊ ആരായിരിക്കും വിട്ടുകൊടുക്കുക? നമുക്കറിയാം, സോഡിയമാണ് വിട്ടുകൊടുക്കുന്നത് അല്ലെ. നമ്മൾ കുറെ തവണ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ലൈവിലും ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ സോഡിയമാണ് ആൻസർ. ഓക്കെ, ആൻസർ ഓക്കെ, ആൻസർ എന്താണ്? സോഡിയമാണ് കേട്ടോ, സോഡിയം. ആൻസർ എന്താ വരുന്നു? ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് അതിന്റെ ബി ക്വസ്റ്റിലേക്ക് പോകാം. ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്തായിരുന്നു? ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇതേ ചോദ്യം ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, വരുന്നുള്ള കാര്യം എന്താണ്, എങ്ങനെയാണ് വരയ്ക്കുക നമുക്ക്? ഇപ്പോൾ Naയും Clഉം, അതായത് സോഡിയവും ക്ലോറിനും കമ്പൈൻ ചെയ്താണ് NaCl ഉണ്ടാവുന്നത്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ NAയുടെ കേസിൽ 2, 8, 1 എന്നാണ് വരുന്നത്. അതിനർത്ഥം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ക്ലോറിൻ ആണെങ്കിൽ 2, 8, 7 എന്ന് വരും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ്. അപ്പോൾ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്നുള്ളത് ആൻസർ ഇതാ വരുന്നു, കണ്ടോളൂ. ഇതാ NAയുടെ കേസിൽ നോക്കിയാൽ കണ്ട, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ക്ലോറിന്റെ കേസിൽ 7 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, ഇനി അവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് NaCl ഫോം ചെയ്യുന്ന സമയത്ത് സോഡിയം എന്ത് ചെയ്യും, ഇലക്ട്രോണോട് കൊടുക്കും. ആർക്ക്? ക്ലോറിൻ. ക്ലോറിൻ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കും. കൊടുക്കുന്ന ആൾക്ക് നമ്മൾ എപ്പോഴും പറയാറില്ലേ, പുണ്യം കിട്ടുന്ന ആളാണ് അല്ലെ. കൊടുക്കുന്ന ആൾക്ക് പുണ്യം കിട്ടും. അതായത് അയാൾ എന്തായി, പോസിറ്റീവായിട്ട് മാറി. കണ്ട, പ്ലസ് തോന്നുന്നു. കണ്ട, Cl വാങ്ങിച്ചപ്പോൾ നെഗറ്റീവായി. ഓക്കെ, അപ്പൊ ഇവിടെ ഇതേപോലെ റെപ്രസെന്റ് ചെയ്യണം. ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അത് ഫോം ചെയ്ത് NaCl ആവുന്ന സമയത്ത് Naലത്തെ ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺ അങ്ങോട്ട് പോയി, Clലേക്ക് പോയി. അപ്പൊ അത് Clന്റെ കേസിൽ ഇലക്ട്രോൺ വരും, NAയുടെ കേസിൽ ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺ ഇല്ലാണ്ട് ഇങ്ങനെ കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ചാർജ് റെപ്രസെന്റ് ചെയ്യുക പ്ലസ് ആണ്, Cl മൈനസ് ആണ്. ഇതേ രീതിയിൽ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സാമിന് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. ഓക്കെ ആണല്ലോ അല്ലേ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ഐസോടോപ്പ് ഓഫ് ആൻ എലമെന്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഹെവി വാട്ടർ. ഘനജലം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐസോടോപ്പ്. ഘനജലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷൻസിലൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുള്ളൂ, അപ്പോഴൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. അതിന് സ്പീഡ് കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ചോദ്യം എന്താണെന്ന് നോക്കിയാൽ, റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഐസോടോപ്പ്. ആ ഐസോടോപ്പിന്റെ പേര് എന്തായിരിക്കും? ആരുടെ ഐസോടോപ്പാണെന്നറിയോ? നമ്മുടെ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകളുണ്ട്. ആ 3 എണ്ണത്തിൽ ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ആളാണെന്ത്, നമ്മൾ ഈ പറഞ്ഞ ഹെവി വാട്ടറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹെവി വാട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഓക്കെ, ഐസോടോപ്പ് ഓഫ് ആൻ എലമെന്റ് യൂസ്ഡ് ടു മേക്ക് ഹെവി വാട്ടർ. ഏതാണ്? ഡ്യൂട്ടീരിയം. D2O എന്ന് പറയും ഫോർമുല, D2O. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഡ്യൂട്ടീരിയം ആണ്. അതിലെ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ 2 ഐസോടോപ്സ് ഓഫ് ദിസ് എലമെന്റ്. ഏതാണ്? ഹൈഡ്രജന്റെ 3 ഐസോടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൻസർ വന്നോട്ടെ. ഇതാ വരുന്ന ആൻസർ, പ്രോട്ടിയം ആൻഡ് ട്രിഷ്യം. പ്രോട്ടിയം ആൻഡ് ട്രിഷ്യം. ഇത് നിങ്ങൾ എഴുതിയിരുന്നില്ലേ? നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ടായിരുന്നു, നല്ല രീതിയിൽ എഴുതിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, ദെൻ അതിന്റെ സി ക്വസ്റ്റ്യൻ എന്താ വരുന്നു? വിച്ച് ഐസോടോപ്പ് അമോങ് ദീസ് ഹാസ് മാസ് നമ്പർ 3? ഇവയിൽ മാസ് നമ്പർ 3 ഉള്ള ഐസോടോപ്പ് ഏതാണ്? ഏതായിരിക്കാം? ഇതാ വരുന്നു, പേര് പോലെ തന്നെ, ട്രിഷ്യം. ഓക്കെ, ഐസോടോപ്പുകൾ നമുക്ക് കാണണ്ടേ? ഇതാ വരുന്നതാണ് ഐസോടോപ്പുകൾ. നോക്കിയടാ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിൽ റെപ്രസെന്റേഷൻ കണ്ട, H മോളിൽ എന്താണ് മാസ് നമ്പർ, അടിയിൽ എന്താണ് ആറ്റോമിക് നമ്പർ. H11 ആണ് പ്രോട്ടിയം. ഡ്യൂട്ടീരിയം എന്താണ്? H21 ആണ്. 2 എന്ന് പറയുമ്പോൾ മാസ് നമ്പർ 2 ആണ്. ട്രിഷ്യം നോക്കിയാൽ
3 1 ആണ്, അതായത് മാസ് നമ്പർ 3. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വന്നോട്ടെ. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചോദ്യം പ്രോപ്പറായിട്ട് വായിച്ചു നോക്കാം. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് നോട്ട് സ്യൂട്ടബിൾ എന്നാണ് കേട്ടോ. സ്യൂട്ടബിൾ എന്നല്ല, നോട്ട് സ്യൂട്ടബിൾ. അപ്പോൾ ആൻസർ കൃത്യമായിട്ട് ആലോചിച്ച് എഴുതണം കേട്ടോ. ഏതൊക്കെ പ്രോപ്പർട്ടീസ് വന്നിരിക്കുന്നത്? ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ പീരീഡ്. പീരീഡിൽ ഒരേ സ്വഭാവം കാണിക്കുന്നു, ഉണ്ടോ ഇല്ലെന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ആര്? നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ദെൻ ദേ ഇൻക്ലൂഡ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും ഉൾപ്പെടുന്നുണ്ട്, ഉണ്ടോ? ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുന്നത് ദേ റെപ്രസെന്റ് എലമെന്റ്സ് ബിലോങ്ങിങ് ടു ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ 3 അവസ്ഥകളിലുമുള്ള എലമെന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കട്ടോ. അടുത്തത് ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്. ഗ്രൂപ്പിലും എന്ത് ചെയ്യുന്നുണ്ട്? സമാന സ്വഭാവം കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് എന്തായിരുന്നു? എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ്സ് 3 to 12 ആർ ഇൻക്ലൂഡഡ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ എലമെന്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ ഇൻക്ലൂഡഡ്. ലാന്തനോയിഡുകളും ആക്ടിനോയിഡും ഉൾപ്പെടുന്നു. ഇതിൽ ഏതാണ് ശരി? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പെടാത്ത ഏതാണ്? നോട്ട് സ്യൂട്ടബിൾ ആയിരിക്കും വരുന്നത് നോക്കിയാൽ എയും സിയും ഡിയും. അതായത് എ, സി ആൻഡ് ഡി. ഈ 3 ഓപ്ഷൻസ് ആണ് എന്ത്? നോട്ട് സ്യൂട്ടബിൾ. ബാക്കിയെല്ലാം എന്തായിരിക്കും? കറക്റ്റ് ആണ്, അതിന് സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഓക്കെ, സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ദ ഔട്ടർമോസ്റ്റ് M shell of an element contains 7 electrons. It has 18 neutrons in this nucleus. ഇങ്ങനെ ഒരു ചോദ്യം തന്നിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ M ആണ്. നമുക്ക് KLM ഈ N അങ്ങനെ പോകുന്നുണ്ട്. അതിൽ കെയും എല്ലും എമ്മിലുമാണ് എന്തുള്ളത്? ഈ പറഞ്ഞ ആളുടെ കേസിൽ ഇലക്ട്രോൺസ് ഉള്ളതെന്ന് അർത്ഥം. M ആണ് ഔട്ടർ മോസ്റ്റ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ റൈറ്റ് ദ കംപ്ലീറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. എളുപ്പമാണ് മക്കളെ. എങ്ങനെയാണെന്ന് അറിയോ? കെ നമുക്കറിയാം 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളും. കെയിൽ 2 എന്ന് എഴുതാം. എല്ലിൽ എത്രണ്ണം കൊള്ളും? 8 എണ്ണം. കെയും എല്ലും അറിഞ്ഞു. കെയും എല്ലും കംപ്ലീറ്റ് ആയതിനു ശേഷം എങ്ങോട്ട് പോകുള്ളൂ? എമ്മിലേക്ക് പോകുള്ളൂ. അപ്പോൾ കെ 2 ആണ്, എല്ലിൽ 8 എണ്ണം കിട്ടി. അപ്പോൾ 2,8 കിട്ടി. എമ്മിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 7 ഇലക്ട്രോൺസ് അല്ലേ? സോ ആൻസർ എന്തായിരിക്കും വരാം? 2, 8, 7. കണ്ട, 2, 8, 7 ആയിരിക്കും വരാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരാം. ഓക്കെ ആണല്ലോ. ഇനി അതിലൊരു ക്ലൂ ഉണ്ട്, 18 ന്യൂട്രോൺ എന്ന് തോന്നുന്നുണ്ട്, അത് മനസ്സിൽ നോട്ടെ കേട്ടോ. ദെൻ അതിലെ സബ് ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത് റൈറ്റ് ദ ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. വാട്ട് ഈസ് ആറ്റോമിക് നമ്പർ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ? അല്ലേ? എത്ര വരുന്നപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പറഞ്ഞാൽ അത് തന്നെയാണ് എന്ത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെയും എണ്ണം. പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമായിരിക്കും. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി എത്ര കിട്ടിയ? 2, 8, 7 എന്നല്ല കിട്ടിയ? 2, 8, 7 എന്നല്ല കിട്ടിയ? അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 2 + 8 + 7, 2 + 8 10, 10 + 7 17. അപ്പോൾ എത്ര വരും? 17 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ആറ്റോമിക് നമ്പർ എത്രയാ? 17 വരും. ദെൻ മാസ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. എന്താണ്? നമ്മൾ ലൈവിൽ ഒരു കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ട? ശിവനും ശക്തിയും ചേർന്നാൽ മാസ് ഡാ. ആരാണ് ശിവനും ശക്തി? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പൊ എന്ത് വരും നോക്കിയാൽ 17 + 18 = 35. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിരുന്നു, കണ്ടവർക്ക് അറിയാം കേട്ടോ. അപ്പൊ എന്തായാലും എത്ര ആൻസർ? 35. ഓക്കെ, ഈ ആൻസർ കറക്റ്റ് ആണല്ലോ? കിട്ടിയില്ലേ? ആൻസർ കിട്ടിയിരുന്നില്ലേ? ഓക്കെ, then C question എന്തായിരുന്നു? How many positive charges are there in the nucleus of this atom? ഇതും പറഞ്ഞിരുന്നു. ശിവനും ശക്തിയും ചേർന്നാൽ മാസ് ഡാ. എവിടെ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അല്ലേ? ആരാണ് പോസിറ്റീവ് ആയിട്ടുള്ള ആള്? ശിവൻ അല്ലേ? അപ്പൊ എന്ത് വരും? ഏതാ ആൻസർ വന്നോട്ടെ? ഇതാ വരുന്ന ആൻസർ എത്രയാണ്? 17. ആൻസർ 17. അതായത് പ്രോട്ടോണുകളുടെ എണ്ണം. കാരണം എന്തുകൊണ്ടാ? ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ന്യൂട്രോൺ ചാർജ് ഉണ്ടാ? ന്യൂട്രോൺ ചാർജ് ഇല്ല. ചാർജ് ഉള്ളത് ആർക്കാ? പ്രോട്ടോണാണ് അല്ലേ? അപ്പോൾ പി പ്രോട്ടോൺ എണ്ണമാണ് എന്ത്? നമ്മുടെ ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജിന്റെ എണ്ണം. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആസ് ദ ആറ്റോമിക് നമ്പർ ചേഞ്ചസ് ദ സൈസ് ഓഫ് ദ ആറ്റം ഓൾസോ ചേഞ്ചസ്. ആറ്റോമിക് നമ്പർ മാറുന്നതനുസരിച്ച് ആറ്റത്തിന്റെ വലുപ്പം മാറുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? Which are the factors affecting the size of an atom? എന്താണ്? നമുക്കറിയാലോ ഏതൊക്കെയാണ് വരുന്നത്? ആറ്റത്തിന്റെ വലിപ്പം വ്യത്യാസപ്പെടുന്നത്. ഒന്ന് ഷെല്ലുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഷെൽസ്. രണ്ടാമത്തെ അതിന്റെ ചാർജ്. ഓക്കെ, ഇതാ വന്നോട്ടെ ആൻസർ ഇതാ വരുന്നു. ന്യൂക്ലിയർ ചാർജ് ആൻഡ് നമ്പർ ഓഫ് ഷെൽസ്. ഇത് ഓൾറെഡി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ലൈവിലും പറഞ്ഞിരുന്നു. എഴുതിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. എഴുതിയില്ലല്ലേ? എഴുതിയിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോയാലോ? അതിന്റെ ബി ക്വസ്റ്റ്യനിലേക്ക്.
ഹൗ ഡസ് ദ സൈസ് ഓഫ് ആറ്റം വാരി ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ്? ഇതും പറഞ്ഞു തന്നിരുന്നു, ഓർമ്മയുണ്ട? എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു, മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, അതിനാൽ വലിപ്പവും കൂടുന്നു. അതേസമയം പീരിയോഡ് ടേബിൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നീങ്ങുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം സെയിം ആയിരിക്കും, പക്ഷേ ചാർജ് കൂടുന്നതുകൊണ്ട്, ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നതുകൊണ്ട് വലിപ്പം കുറഞ്ഞു വരുന്നു. ആൻസർ വരുന്നു ഗ്രൂപ്പിൽ മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. പീരീഡിൽ എങ്ങനെ വരുന്നത്? മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദ സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസസ്. ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. കാരണം നിങ്ങൾക്ക് അറിയാം, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് മാത്രം മതി, ഇതിന്റെ ആൻസർ ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി, റീസൺ ചോദിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ ആണല്ലോ അല്ലേ? ദെൻ നമുക്ക് അടുത്തേക്ക് പോയാൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ടേബിൾ വന്നിട്ടുണ്ട്. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഒരു ടേബിൾ വന്നിട്ടുണ്ട്, ടേബിളിൽ കുറച്ച് സിമ്പിൾസ് ഉണ്ട്, അതൊന്നും റിയൽ സിമ്പിൾസ് അല്ല, ABCD എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ചോദ്യം എന്തായിരുന്നു നോക്കിയാൽ, വിച്ച് ഓഫ് ദം ബിലോങ് ടു ദ സെയിം പീരീഡ്? സെയിം പീരീഡ് ഹൗ ടു ഫൈൻഡ്? നമുക്കറിയാവുന്ന കാര്യം എന്താണെന്ന് അറിയോ? പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് ഷെൽസ് ആണ് അല്ലേ. എത്ര ഷെല്ലുകൾ ഇലക്ട്രോൺ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പീരീഡ് നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തമ്മിലുള്ള ABCDയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് എത്ര ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഉണ്ട് നോക്കിയാൽ പോരെ. അപ്പോൾ വന്നോട്ടെ, ഏതൊക്കെയാണ് നോക്കിയാൽ അത് വരും കേട്ടോ. അതെ നോക്കിയതേ, A ആറ്റം നമ്പർ 6 ആണ്, അപ്പൊ എന്ത് വരും? 2, 4 വന്നു അല്ലേ. അതേപോലെ B എത്ര വരാ? 2, 8, 4 എന്ന് വരും. 2, 8, 4 എന്ന് വരും. C 2, 8, 7, കാരണം 17 ആണ് വരുന്ന ആറ്റം നമ്പർ. D ആണെങ്കിൽ 19, അപ്പൊ 2, 8, 8, 1. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കിക്കൂടെ, പീരിയഡ് നമ്പർ സെയിം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് ഷെല്ലുകൾ സെയിം. ആർക്കൊക്കെ വരുന്നത്? Aയുടെ 2 എണ്ണം ഉണ്ട്, സിക്ക് 3 എണ്ണം, Bക്ക് 3 എണ്ണം, Dക്ക് 4 എണ്ണം. അപ്പൊ ആരാ സെയിം വരുന്നത്? വേറെ ആരുമല്ല, Bയും C ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ആൻസർ എന്താണ് വരുന്നത്? Bയും Cയും ആണ് ഒരേ പീരീഡിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിലെ B ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിച്ച് എലമെന്റ് എമോങ് A and B ഹാസ് സ്മോളർ ആറ്റം? A, B ഇതിൽ വലിപ്പം കുറഞ്ഞ ആറ്റമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആ പീരീഡ് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടോ നമ്മൾ? ഇവർക്ക് ഏത് പീരീഡാണ് നോക്കുക. ഏത് പീരീഡിലായിരുന്നു? A എവിടെയായിരുന്നു? 2, 4 രണ്ടാമത്തെ പീരീഡ്. B എവിടെയായിരുന്നു? 3ാമത്തെ പീരീഡ് ആയിരുന്നു അല്ലേ. അതിന്റെ അർത്ഥം A മുകളിൽ B അടിയിലാണ് വന്നിരുന്നത്. A മുകളിൽ B അടിയിൽ, അതായത് Aയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4 എന്ന് വന്നിരുന്നു അല്ലേ. Bയുടെ എത്രയാണ് വന്നത്? 2, 8 എന്തോ 3 ഉണ്ടായിരുന്നു. 3 ഷെൽ ഉണ്ടായില്ലേ? 3ാമത്തെ പീരീഡ് അല്ലായിരുന്നേ. അപ്പോൾ 2ാമത്തെ പീരീഡിലായും 3ാമത്തെ പീരീഡിൽ B ആയിരുന്നു. നമുക്കറിയാം, മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും വലിപ്പം കൂടും. അങ്ങനെയാണെങ്കിൽ A ആണ് മുകളിൽ വരാം, B അടിയിൽ വരും അല്ലേ. അപ്പോൾ Bയുടെ വലിപ്പം കൂടുതലും Aയുടെ വലിപ്പം എന്തായിരിക്കും വരാ? കുറവായിരിക്കും. അപ്പോൾ ആൻസർ എന്താണെന്ന് നോക്കിയാൽ, ആൻസർ A ആണ് കേട്ടോ. ആൻസർ A ആണെന്ത്? ചെറുത്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത്, ഫൈൻഡ് ദ ഗ്രൂപ്പ് ഓഫ് എലമെന്റ് C. സിയുടെ ഗ്രൂപ്പ് എന്തായിരുന്നു? ഏതെന്ന് ഓർമ്മയുണ്ടോ? 2, 8 എന്തായിരുന്നു? 7 അല്ലേ. 7 അല്ലായിരുന്നേ. 7 ആണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 10 + 7 17. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അത് വെച്ച് വേണം കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. 10 + 7 17 ആണ് വരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ടു വിച്ച് ഫാമിലി ഓഫ് എലമെന്റ് ഡസ് C ബിലോങ്സ്? മൂലകം C ഉൾപ്പെടുന്ന ഏത് മൂലകുടുംബത്തിലാണ്? 17ാമത്തെ ഗ്രൂപ്പ് ഏതാ മക്കളെ? ഏതാ? ആ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ കുറെ ഫാമിലീസ് പഠിച്ചിട്ടില്ലേ? അതിൽ 17ാമത്തെ ആരായിരുന്നു? വേറെ ആരല്ല, ഹാലോജൻസ് അല്ലേ. ആരാണ്? ഹാലോജനുകളാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതാ വരുന്നത്. അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു? ആൻ എലമെന്റ് അലുമിനിയം തന്നിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കിയാൽ, റൈറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദിസ് എലമെന്റ്. ഈസി അല്ലേ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് പ്രോട്ടോൺസിന് എന്താണ്? ആറ്റോമിക് നമ്പർ ആണ് അല്ലേ. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ തന്നെയാണ്. അപ്പൊ എത്ര ആറ്റം നമ്പർ പറഞ്ഞ ഓർമ്മയുണ്ട? X മുകളിൽ A അടിയിൽ Z, മുകളിലുള്ളത് മാസ് നമ്പർ, അടിയിലുള്ളത് ആറ്റോമിക് നമ്പർ. അപ്പൊ എത്ര ആറ്റം നമ്പർ വരാ? 13 ആയിരിക്കും വരാം അല്ലെ. ആൻസർ വരുന്നു ആറ്റം നമ്പർ 13 ആണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് 13, 13 ആണ് കേട്ടോ. ഇനി ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താണ്? അത് പറഞ്ഞിരുന്നില്ല, ഇവർ പറഞ്ഞിരുന്നില്ലേ? മുകളിൽ നിന്നും താഴെ നിന്നുള്ളത് കുറയ്ക്കാനായിട്ട് A - Z. A - Z. A മീൻസ് മാസ് നമ്പർ മുകളിലുള്ളത്, Z ആറ്റോമിക് നമ്പർ അടിയിലുള്ളത്. അതായത് 27 - 13. എത്ര ആൻസർ വരും? 14. ആൻസർ കിട്ടിയല്ലോ അല്ലേ. ഓക്കെ. ദെൻ അതിന്റെ B ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. എന്ത് എഴുതണം? ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അത് നിങ്ങൾക്ക് അറിയാലോ. വന്നോട്ടെ, ഇതാ വരുന്നു. ആൻസർ വന്നു 2, 8, 3. കാരണം 13 ആണ് ആറ്റം നമ്പർ. അപ്പോൾ 2, 8, 3 എന്ന് വരും. ഓക്കെ. ദെൻ
ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബോർ മോഡിൽ വരയ്ക്കാനുള്ള ചോദ്യമായിരുന്നു. ബോർ മോഡിൽ വരയ്ക്കുമ്പോൾ എന്തൊക്കെ വേണമെന്ന് അറിയാലോ? നടുവിൽ നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കും, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിന് എണ്ണം മറക്കണം. ദെൻ എത്ര ഷെല്ലുണ്ട്? 2, 8, 3 അല്ല വന്നിരിക്കുന്നത്. അതിനർത്ഥം 3 ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഉണ്ട്. ആദ്യത്തെ ഷെല്ലാരാണ്? കെ ഷെല്ലാണ്. കെയിൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. നോക്കിയാൽ 2 എണ്ണം ഇല്ലേ? ഇനി രണ്ടാമത്തെ ഷെല്ലാരാ? എൽ ആണ്. എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. എണ്ണി നോക്കി 8 എണ്ണം ഇല്ലേ? ദെൻ മൂന്നാമത്തെ ഷെല്ല് എം ആണ്. എമ്മിൽ 3 എണ്ണം. ഇതേ രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ ആണോ? വരച്ചെന്ന് വിശ്വസിക്കുന്നു. സെറ്റ് അല്ലേ? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ നമുക്ക്? 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മലയാളം കൂടെ വരുന്നുണ്ട് മക്കളെ. മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. അപ്പൊ ആദ്യത്തെ പോയിന്റ് വായിച്ചു നോക്കിയാൽ കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഓപ്പാക് ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്ത്. അതായത് നമ്മുടെ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് റേസ് പോകുന്നുണ്ട് അല്ലേ? നമ്മുടെ ഡിസ്ചാർജിൻ്റെ ഉള്ളിൽ റേസ് പോകുന്ന സമയത്ത് അതിന്റെ പാത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു വസ്തു വെച്ചു. ഒപ്പാക് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിനെ കടത്തി വിടത്താളെ വെച്ചു. അപ്പോൾ അതിന്റെ ഷേഡോ വന്നു. എന്തായിരിക്കും കാരണം ഷേഡോ വരാനായിട്ട്? ആൻസർ അറിയാം. എന്താണ്? നമ്മുടെ കാഥോഡ് റേസ് എപ്പോഴും സ്ട്രൈറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്, നേർരേഖയിലൂടെ ട്രാവൽ ചെയ്യുന്ന ആളാണെന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ? അത് മൂന്നാമത്തെ ഓപ്ഷൻ ആണല്ലേ? കേടാ, കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ എഴുതിയിരുന്നില്ലേ? ദെൻ രണ്ടാമത്തെ ഒരു ബി എന്തായിരുന്നു? ദ സ്മോൾ പാഡിൽ വീൽ പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദ കാഥോഡ് റേസ് ഇറ്റ് റൊട്ടേറ്റ്. നമ്മൾ എന്ത് ചെയ്തു? ആ കാഥോഡ് റേസിന് വരുന്ന വഴിയിൽ ഒരു വീല് വെച്ച് കൊടുത്തു അല്ലേ? ആ വീല് കിടന്ന് കറങ്ങുന്നുണ്ട് ലൈറ്റ് വന്നടിച്ച സമയത്ത്, ആ റേ വന്നടിച്ചപ്പോൾ. എന്തുകൊണ്ടായിരിക്കും എന്നറിയോ? അതിന് ആൻസർ ആണ് ലാസ്റ്റത്തെ പോയിന്റ് റൈറ്റ് സൈഡിൽ. ഏതാ? പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ഹാവ് മാസ്. മാസ് ഉള്ളതുകൊണ്ട്, മാസ് ഉള്ളതുകൊണ്ടാണ് ആ പാഡിൽ വീലിനെ കറക്കാനായിട്ട് പറ്റിയത്. ആർക്ക്? നമ്മുടെ റേസിന്. ഓക്കെ. മൂന്നാമത്തെ സി എന്തായിരുന്നു? ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് കാഥോഡ് റേസ് അട്രാക്റ്റഡ് ടുവേഴ്സ് ദ പോസിറ്റീവ് പ്ലേറ്റ്. അതും പറഞ്ഞെന്നുള്ള കാര്യമല്ലേ? എങ്ങനെയാണ്? പ്ലസും മൈനസും തമ്മിൽ എന്തുണ്ടാവുള്ളൂ? അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ വരുന്ന കാഥോഡ് റേസ് പോസിറ്റീവിന്റെ അടുത്ത് പോകണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഫസ്റ്റ് ഓപ്ഷൻ കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. അപ്പൊ സിയും ഐ ഫസ്റ്റ് വൺ. സിയും ഐ ആണ്. ഫസ്റ്റ് ആണ് എന്ത്? മാച്ച്ഡ് ഐ ആണ്. ഓക്കെ. ദെൻ ലാസ്റ്റ് ഓൾ ഗ്യാസസ് ഗീവ് കാഥോഡ് റേസ് വിത്ത് ദ സെയിം ബിഹേവിയർ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ ഡിസ്ചാർജിന്റെ റൂമിൻ്റെ ഉള്ളിൽ ഗ്യാസുകൾ മാറ്റി നിറച്ചിട്ടും എക്സ്പീരിയൻസ് ചെയ്തപ്പോഴും സെയിം ബിഹേവിയർ ആണ് കിട്ടിയത്. സെയിം നമ്മുടെ പ്രോപ്പർട്ടീസ് ആണ് കിട്ടിയത്. എന്തുകൊണ്ടായിരിക്കാം? അതിന്റെ ആൻസറിൽ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? എന്താണ്? ബാക്കി ആരുള്ള സാറേ ഇതിൽ? ബാക്കി ആരുള്ള നോക്കി മക്കളെ. ഏതാ ബാക്കിയുള്ളത്? സെക്കൻഡ് വൺ അല്ലേ? ഏതാണ്? പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ആർ പ്രസന്റ് ഇൻ ഓൾ സബ്സ്റ്റൻസസ്. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ ആണല്ലോ? ഇതിന്റെ മലയാളം കൂടി ഒന്ന് കാണിച്ചു തരാം. അടുത്ത് വരുന്നു മലയാളം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ മലയാളത്തിൽ ഉള്ള ക്വസ്റ്റ്യൻ കാണാം. എന്താ? മലയാളം മീഡിയംകാർക്ക് പ്രത്യേകിച്ച് വായിച്ചേണ്ട ആവശ്യമില്ലല്ലോ, കൃത്യമായിട്ട് നോക്കിക്കോളൂ കേട്ടോ. എന്നെ ആൻസർ വരുന്നു. കാഥോഡ് രശ്മികളുടെ പാതയിൽ ആധാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാക്കുന്നു. എന്താ കാരണം? അത് നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നു. ദെൻ കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ച കറങ്ങുന്നു. എന്തുകൊണ്ട്? അവയ്ക്ക് മാസ് ഉണ്ട്. മൂന്നാമത്തെ എന്തായിരുന്നു? വൈദ്യുതമണ്ഡലത്തിൽ കാഥോഡ് രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. കാരണം അത് നെഗറ്റീവ് ആയതുകൊണ്ട്. ദെൻ ലാസ്റ്റത്തെ എന്താണെന്ന് അറിയാലോ? രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? ഡിയും സെക്കൻഡ് വരുന്നു. കാഥോഡ് രശ്മികളിലെ കണികകളെല്ലാം എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ദെൻ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഏതാണെന്ന് നോക്കിയാൽ സെലക്ട് ദ സ്യൂട്ടബിൾ നെയിംസ് ഓഫ് ഫാമിലി ഫ്രം ദ ബ്രാക്കറ്റ്സ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. നമുക്ക് കുറച്ച് ഫാമിലിയുടെ പേരാണെന്നുണ്ട്. എന്തൊക്കെയാ? ട്രാൻസിഷൻ എലമെന്റ്സ്, ആക്ടിനോയിഡ്, നോബിൾ ഗ്യാസ്, ആൽക്കലി മെറ്റൽസ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ചോദ്യം നോക്കിയാൽ? ട്രാൻസിഷൻ എലമെന്റ്, ആക്ടിനോയിഡ്, നോബിൾ ഗ്യാസ്, ആൽക്കലി മെറ്റൽ. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽസ് ഇൻ ദ പെനൽറ്റിമൽ ഷെൽ. ആരായിരിക്കും? നിങ്ങൾക്ക് അറിയാലോ ആരല്ല വരുന്നത്? ഇതാ വന്നു ആൻസർ. ഏതാ? ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ. അവയുടെ കേസിലാണ് പെനൽറ്റിമൽ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത്. എന്താണ് പെനൽറ്റിമൽ ഷെൽ എന്ന് പറഞ്ഞാൽ? ബാഹ്യതമ ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള ഷെല്ല്. ഓക്കെ. ദെൻ അതിലെ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യൂഷ്വലി ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. സാധാരണയായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. ഞാൻ കുറെ തവണ പറഞ്ഞില്ല. എന്താ? അത് ഭയങ്കര ഡീസന്റ്, അത് ഭയങ്കര നോബിളാന്ന് പറയും അല്ലേ? ഏതാണ് വരുന്നത്? നോബിൾ ഗ്യാസ്, അലസവാതകങ്ങൾ എന്ന് പറയും. ശരിക്കും അതാർത്ഥം അലസന്മാരാണ്, മടിയന്മാരാ, ഒന്നിലും പങ്കെടുക്കുന്നില്ല അല്ലേ? ഓക്കെ. ശരിക്കും റീസൺ അറിയാലോ? എന്താണ്? ഓൾറെഡി ഒക്ടറ്റ് ആണ് അല്ലേ? ഓക്കെ. ദെൻ സി എന്താണ്? ദേ ആർ ഗ്രൂപ്പ് 1 എലമെന്റ്സ്. ഇവ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഏതാണ്? ആൽക്കലി മെറ്റൽസ്. ആൻസർ എന്താ വരുന്നത്? ആൽക്കലി മെറ്റൽസ് കേട്ടോ. ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങളാണ് അവയുടെ പേര്. ഓക്കെ. ദെൻ ഡി
അറേഞ്ച് അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡ് ടേബിൾ. നമുക്കറിയാം പീരിയോഡ് ടേബിളിന്റെ ബോട്ടത്തിൽ 2 സെഷൻ വരുന്നുണ്ട്. ഒന്ന് ലാന്തനോയിഡും രണ്ടാമത്തെ ആക്ടിനോയിഡുകളും. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ഇവിടെ എന്താണ് ആൻസർ വന്നിരിക്കുന്നത്? ആക്ടിനോയിഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ആക്ടിനോയിഡ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും? നന്നായിരുന്നില്ലേ? അടിപൊളി എക്സാം എഴുതിയിരുന്നില്ലേ? ഇനി കുറച്ച് പേര് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും അല്ലേ? എന്ത് ചെറിയ കാര്യങ്ങൾ തെറ്റിപ്പോയി, അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, പെട്ടെന്ന് കൺഫ്യൂഷൻ വന്നു. പേടിക്കണ്ട, എന്താണ് അതൊക്കെ വരും. ഇനിയുള്ള എക്സാമുകളിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നന്നായിട്ട് എക്സാം എഴുതി വിശ്വസിക്കുന്നു. നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ടാറ്റ.